ചതി, കൊടും ചതി. ആരോണെന്നല്ലേ? ഒരു പാട്ടിടുന്നു. എല്ലാരും കൂടി പിന്നെ ഗാർഡൻ ഏരിയയിലേക്ക് വരുന്നു. അതിഥികളെ സ്വീകരിക്കുവാൻ. ഒപ്പം നമ്മുടെ വീട്ടുകാരെ പ്രതീക്ഷിച്ചിരുന്ന അനിമോളുമുണ്ട്. പാട്ടിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അനിമോൾ എടുത്തു വെച്ച് ഓടി. കൂടെ എല്ലാരും ഓടി. അവിടെ ചെന്നു. പാട്ട് ഇങ്ങനെ സ്ലോ ആകുന്നു. പിന്നെ വാതിൽ തുറക്കുന്നില്ല. സസ്പെൻസ് അവിടെയാണ്. ഇതെന്തിന് ചെയ്തു ബിഗ് ബോസ്? എല്ലാവർക്കും ഫാമിലിക്ക് എൻറർ ചെയ്യുമ്പോ ടാസ്ക് കൊടുക്കാറുണ്ട്. അനിമോടെ കാര്യത്തിൽ എന്തിന് ഒരു പ്രൊമോയ്ക്ക് വേണ്ടി ചെയ്തതാണെന്ന് തോന്നിപ്പോവും. ഈ പ്രാവശ്യം ഇറങ്ങിയ പ്രൊമോകൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ്ലി കൂടുതലും ചെയ്തിരിക്കുന്ന അനിമോളെ, അനീഷിനെ വെച്ചുള്ള പ്രൊമോകളാണ് വന്നിട്ടുള്ളത്. മറ്റുള്ളതും വന്നിട്ടുണ്ട്. കൂടുതൽ വന്നേക്കുന്നത്. അപ്പം ഇന്നലത്തെ ഈ ബിഗ് ബോസിന്റെ ഒരു ഭയങ്കര ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമാണ് പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തേക്കുന്ന ആ ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞത്. ഇപ്പൊ അനുമോളുടെ ഫാമിലി എൻട്രി കൊടുക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ഇപ്പം അതിന് എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ടാസ്ക് കഴിയാതെ ഏതായാലും ആരും കാണിക്കാറില്ല. എന്തായാലും ശരി, അവിടെ വന്ന് നിൽക്കുന്നു, ഗാർഡനിൽ നിൽക്കുന്നു, ബിഗ് ബോസ് വാതിൽ തുറക്കൂന്നൊക്കെ പറയുന്നു. അങ്ങനെ പാട്ടങ്ങ് നിക്കുന്നു. അനുമോള് കരഞ്ഞുകൊണ്ട് തിരിച്ചോടിപ്പോന്നു. ക്രയിങ് ഗേൾ എന്ന് പറയണം. ക്രയിങ് ഗേൾ. ക്രയിങ് ഗേൾ തിരിച്ചു പോന്നു. ഇനിയിപ്പം പല ഗസ്റ്റുകളും അവിടെ വന്നിട്ടുണ്ട്. ഇന്നലെ എല്ലാവർക്കും സാബുമാന്റെയൊക്കെ അമ്മ വന്നിട്ട് സാബുമാന്റെ അടുത്ത് പറഞ്ഞു, "നീ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കളിക്കടാന്നൊക്കെ" പറഞ്ഞു. അതുപോലെ അനീഷിന്റെ അമ്മ പറഞ്ഞു, "ആദ്യം നിന്ന മാതിരി നിന്നാ മതി. ഈ കൂട്ടുകെട്ടൊന്നും വേണ്ട" എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് എല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന അനുമോളാണ്. അനുമോളുടെ ഫാമിലി കാര്യം ഭയങ്കര സെന്റിമെന്റലാണ്. അപ്പം അതില് ഇന്നിപ്പം അവര് വന്ന് കേറും എന്നുള്ളതാണ് നമുക്ക് ആ പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ ദിയാസന ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ എല്ലാം നല്ല രീതിയിലാണ്. ഇതിനകത്ത് എല്ലാവർക്കും വന്നിട്ട് കുറേ ഫാമിലി വന്നിട്ട് എല്ലാരെയും സ്നേഹിക്കുകയും, അതുപോലെ ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഇവർക്കെല്ലാം ഒരു 2 ദിവസം കൊണ്ട് ഈ ഫാമിലി വീക്ക് ആയതുകൊണ്ട് വലിയ ടാസ്കുകളൊന്നുമില്ല. എൻജോയ് ചെയ്ത് പോകാം. അതുപോലെ തന്നെ രാവിലെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പിന്നെ തുളസീദം, നിവിൻ, മറ്റേ പിന്നെ ബിന്നി ഹസ്ബൻഡിന്റെ അടുത്ത് തന്നെ കേറി ഇരിപ്പുണ്ട്. അവൻ അവരുടെ പിന്നാലെ പോവുകയാണ്. എന്തിനാന്നറിയത്തില്ല. എപ്പോഴും അവരുടെ പുറകെ. കൊച്ചു പിള്ളാരുടെ മാതിരിയാ. എന്തായാലും ശരി, ഈ ആഴ്ചത്തെ എവിക്ഷൻ ആര് പോകും എന്നുള്ള ഒരു വലിയ സസ്പെൻസ് ആണ്. ലക്ഷ്മിയാണ് 5 വോട്ടുകളുമായിട്ട് ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്നത്. വോട്ടിംഗ് ശതമാനത്തിൽ അനീഷ്, ഷാനവാസ്, അനിമോളൊക്കെ ഇങ്ങനെ പോവാണ്. അപ്പൊ ഇവര് 3 പേരുടെ ഏതാണ്ട് പൊസിഷനൊക്കെ അക്ബർ, അതിനുശേഷം അക്ബർ, ഉനീലൊക്കെ എങ്ങനെ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ശരി, മറ്റൊരു അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.